കൂട്ടുകാരെ, നമുക്കിന്ന് ജമ്പൻ കുറുക്കന്റെയും മിട്ടുവാമയുടെയും കഥ കേട്ടാലോ? ജമ്പൻ കുറുക്കനും മിട്ടുവാമയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അവർ മിക്കപ്പോഴും നദിക്കരയിൽ ഒത്തുകൂടും. തമാശകളും കളിച്ചിരികളുമായി അവിടെ കുറെ സമയം ചിലവഴിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ നദിക്കരയിൽ ഇരിക്കുമ്പോൾ അതാ വലിയൊരു സിംഹം മരങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്നു. സിംഹത്തെ കണ്ട് ജമ്പനും മിട്ടുവും ഭയന്നു. സിംഹം അടുത്തേക്ക് വന്നപ്പോൾ ജമ്പൻ കുറുക്കൻ ഓടി ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. പാവം മിട്ടുവാമ ഒന്നും ചെയ്യാനാകാതെ അവിടെ ഇരുന്നു. അപ്പോഴേക്കും സിംഹം മിട്ടുവാമയെ പിടികൂടി. ഇന്നെന്റെ ഭക്ഷണം നീയാണെന്ന് സിംഹം ആവേശത്തോടെ പറഞ്ഞു. മിട്ടു പേടിച്ച് തന്റെ പുറം തോടിനുള്ളിലേക്ക് തല വലിച്ചു. സിംഹം തോട് പൊളിക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കുറ്റിക്കാട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ജമ്പൻ കുറുക്കന് ഒരു ബുദ്ധി തോന്നി. അവൻ പുറത്തേക്ക് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സിംഹരാജൻ, അവനെ നദിയിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞോളൂ. അപ്പോൾ പുറന്തോട് അലിഞ്ഞു പോകും. അതിനുശേഷം അങ്ങയ്ക്ക് ഭക്ഷിക്കാം. ഇത് കേട്ട സിംഹം മിട്ടുവാമയെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. മിട്ടുവാമ വളരെ വേഗത്തിൽ നീന്താൻ തുടങ്ങി. അങ്ങനെ സന്തോഷത്തോടെ നീന്തി രക്ഷപ്പെട്ടു. മണ്ടനായ സിംഹം നദിയിലേക്ക് നോക്കി ഏറെ നേരം നിന്നു. അവസാനം നിരാശനായി മടങ്ങി. അങ്ങനെ മിട്ടുവാമ നീന്തി നദിയുടെ മറുകരയിലെത്തി. അവിടെ ജമ്പൻ കുറുക്കൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മിട്ടുവാമ തന്റെ പ്രിയ സുഹൃത്തിന് നന്ദി പറഞ്ഞു. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? അപകടഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.